പഠിക്കണം കേട്ടോ. ഈ അറിയില്ല ഒന്നും പറയണ്ടടി, വീട്ടിൽ മൊത്തത്തിൽ പ്രശ്നമാണ്. അത് ചേച്ചി, രജിസ്റ്റർ ഓഫീസിൽ നിന്ന് അണ്ടർ വാല്യൂഷന്റെ ഒരു നോട്ടീസ് വന്ന് എത്രയോ തുക ഒരുമിച്ച് അടയ്ക്കണം. അതിനെപ്പറ്റി എനിക്കും ഒരു അറിവില്ല. അച്ഛനും അമ്മയാണ് ആകെ വിഷമിച്ചിരിക്കുന്നത്. എടി അതാണോ കാര്യം? 1986 മുതൽ 2017 മാർച്ച് 31 വരെയുള്ള അണ്ടർ വാല്യൂഷൻ കേസുകൾക്ക് രജിസ്റ്റർ റിപ്പോർട്ട് മുദ്രയുടെ 60% ഫീസിന്റെ 75% കുറവ് വരുത്തിയും 17 മുതൽ 2023 മാർച്ച് 31 വരെയുള്ള ഫീസ് ഒഴിവാക്കി മുദ്രയുടെ 50% അടച്ച് തുടർ നടപടികളിൽ നിന്ന് നമുക്ക് ഒഴിവാക്കാം. അത്രയേ ഉള്ളൂ. ചേച്ചിക്ക് ഇതൊക്കെ എങ്ങനെ അറിയാം? അതാ പറയുന്നത്, വല്ലപ്പോഴും പത്രം വായിക്കണമെന്ന്. ഇന്നലത്തെ മാതൃഭൂമി പത്രത്തിൽ ചവറ രജിസ്റ്റർ ഓഫീസിന്റെ ഒരു പത്ര റിപ്പോർട്ട് ഉണ്ടായിരുന്നു. അതിനാ ഞാനിത് കണ്ടത്. അവസരങ്ങൾ എപ്പോഴും കിട്ടില്ല, കിട്ടുമ്പോൾ അത് ഉപയോഗിക്കുന്നതാണ് ബുദ്ധി. നിങ്ങൾക്കെല്ലാം എന്റെ സ്നേഹനിർഭരമായ അഭിവാദനം. 1/1/1986 മുതൽ മാർച്ച് 2017 വരെയുള്ള കാലയളവിൽ അണ്ടർ വാല്യുവേഷൻ നടപടികൾ നേരിടുന്ന ആധാരങ്ങൾക്ക് തുടർ നടപടികൾ അവസാനിപ്പിക്കുന്നതിനായി സർക്കാർ കോമ്പൗണ്ടിംഗ് സ്ഥിതി പ്രഖ്യാപിച്ചു. മേൽ ആനുകൂല്യങ്ങൾ വിനിയോഗിക്കുന്നവർക്ക് സർക്കാരിലേക്ക് കൊടുക്കാനുള്ള മുദ്രവിലയുടെ പരമാവധി 60%, രജിസ്ട്രേഷൻ ഫീസിന്റെ പരമാവധി 75% വരെ കിഴിവ് ഏർപ്പെടുത്തിയിട്ടുണ്ട്. ആയതിനാൽ മേൽ സർക്കാർ ആനുകൂല്യം പ്രയോജനപ്പെടുത്തി അണ്ടർ വാല്യുവേഷൻ റവന്യൂ റിക്കവറി നടപടികളിൽ നിന്ന് മുക്തരായിട്ടുണ്ട്. അണ്ടർ വാല്യൂഷൻ നടപടികൾ ഇപ്പോൾ നേരിടുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അത്തരത്തിൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ആളുകൾക്കുള്ള ഗവൺമെന്റിന്റെ ഒരു സമ്മാനമാണ് ഈ ഒരു കോമ്പൗണ്ട് സ്കീം, സെറ്റിൽമെന്റ് സ്കീം. 1986 മുതൽ 2017 വരെ വില കുറച്ച് രജിസ്റ്റർ ചെയ്തിട്ടുള്ള ആധാരങ്ങളുടെ നടപടിക്രമങ്ങളിൽ നിന്ന് ഒഴിവാക്കാൻ ഇനി ഒരു അവസരം നമുക്ക് ഉണ്ടാവില്ല. തീർച്ചയായിട്ടും അത് പരമാവധി പൊതുജനങ്ങൾ ഉപയോഗപ്പെടുത്തുക. എല്ലാവർക്കും ക്രിസ്മസ്